മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. സൗദി അറേബ്യയിലെ അബ്ദുൾ റഹീമുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിൽപ്പെട്ട മലയാളിയായിട്ടുള്ള അബ്ദുൾ റഹീമിന് വധശിക്ഷയിൽ നിന്നൊന്ന് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മലയാളികൾ ഒരുമിച്ച് 30 കോടിയിലും അധികം രൂപ നമ്മൾ പിരിവെടുത്തുകൊണ്ട് സൗദി ഗവൺമെന്റിലേക്ക് കൊടുത്തു. അതിന് ഇടനിലക്കാരായിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിച്ചു. നമ്മളൊക്കെ തന്നെ ആവുന്നത് പോലെ എല്ലാവരും അതിലേക്ക് സഹായിക്കുകയൊക്കെ തന്നെ ചെയ്തു. സൗദി അറേബ്യയിൽ നിന്ന് നമ്മൾ പണം കൊടുത്ത് നീതി വാങ്ങിക്കുക എന്ന ഘട്ടത്തിലേക്ക് തന്നെ നമ്മൾ കൃത്യമായിട്ട് നിരന്തരം മാധ്യമങ്ങളിലൂടെ വാർത്തകൾ കണ്ടുകൊണ്ടിരുന്നു. പണം കൊടുത്തു കഴിഞ്ഞാൽ റഹീമിനെ നമുക്ക് മോചിപ്പിക്കാമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പണമൊക്കെ തന്നെ കൊടുത്തു. നമുക്കറിയാം, ഈ അബ്ദുൾ റഹീം ഒരു അറബിയുടെ മകനെ നോക്കുന്നതായിരുന്നു അവിടുത്തെ ജോലി. 2006 ഈ സംഭവം നടക്കുന്നത്. ഈ മകന് ചലനശേഷി ഇല്ലായിരുന്നു, കഴുത്തിന് താഴോട്ട്. അപ്പോൾ ഈ ഒരു മകനെയും കൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് കൈ തട്ടിപ്പോയിട്ട് ഈ മകൻ കൊല്ലപ്പെട്ടു എന്നാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ അറിഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് കൊലപാതക കേസിൽ അബ്ദുൾ റഹീം അറസ്റ്റിലാവുന്നത്. സൗദി ജയിലില് അവിടുത്തെ കോടതികൾ പ്രഖ്യാപിച്ചു വധശിക്ഷ. അതിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ പണം കൊടുത്താൽ മോചിതനാവുമെന്ന് പറഞ്ഞു. നമ്മൾ പണം കൊടുത്തു. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്ത എന്താ? കൃത്യമായിട്ടൊരു വാർത്ത വന്നിരിക്കുന്നു. റഹീം കേസിൽ കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ അപ്പീൽ നൽകി. 20 വർഷമായിരുന്നു കോടതി ശിക്ഷ വിധിച്ചത്. ഏകദേശം 20 വർഷം പൂർത്തിയാവാൻ പോകുന്നു. 19 വർഷത്തിലധികം ഇപ്പോൾ തന്നെ ജയിലിൽ കിടന്നു കഴിഞ്ഞ് എത്ര നെറികേടാണ് ഈ സൗദി അറേബ്യ ചെയ്യുന്നത്! എത്ര വലിയ ഊളത്തരമാണ് സൗദി അറേബ്യ നമ്മുടെ രാജ്യത്തെ പൗരനോട് ചെയ്യുന്നത്! ഈ സമയത്ത് പോലും അബ്ദുൾ റഹീമിനെ മാറ്റി നിർത്തിയിട്ട് സൗദി അറേബ്യയെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. ഈ സൗദി അറേബ്യയിലെ നിയമങ്ങളൊക്കെ ഇവിടെ വരണമെന്ന് മത്സരിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇപ്പോ എത്ര ഊളത്തരമാണ്, നെറികേടാണ് സൗദി അറേബ്യ ചെയ്യുന്നത്. അവര് പറയുന്ന തുക നമ്മൾ കൊടുത്തു. അവര് ആവശ്യപ്പെട്ട തുക നമ്മൾ കൊടുത്തു. എന്നിട്ട് ഈ പറയുന്ന റഹീമിനെ ഒന്ന് മോചിപ്പിക്കാൻ അവരിപ്പോഴും തയ്യാറല്ല. ഏകദേശം 20 വർഷത്തോളം ജയിലിൽ കിടന്നു. എത്ര നെറികേടാണ്! നിങ്ങളൊന്ന് ചിന്തിച്ചു, എത്ര വലിയ നെറികേടാണ് സൗദി അറേബ്യയിലെ നിയമ സംവിധാനങ്ങൾ നമ്മുടെ റഹീമിനോട് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര വലിയ ഊളത്തരം! ശിക്ഷ ഇത്രത്തോളം 20 വർഷത്തോളം ജയിലിൽ കിടന്നിട്ട്, തന്റെ നല്ല പ്രായമൊക്കെയും അവിടെ കിടന്നിട്ടും ഇനിയും വിട്ടുകൊടുക്കാനേ തയ്യാറല്ല. അവരിനിയും ശിക്ഷ കൂട്ടാൻ വേണ്ടിയിട്ട് ഹാജരായിരിക്കുന്നു. പ്രോസിക്യൂഷൻ അപ്പീൽ നൽകിയിരിക്കുന്നു ഇനിയും ശിക്ഷ കൂട്ടാൻ. എന്തിനായിരുന്നു പിന്നെ ഈ തുക വാങ്ങിയിരുന്നത്? ഈ 30 കോടിയിലും അധികം രൂപ എന്തിനായിരുന്നു വാങ്ങിയിരുന്നത്? ഈ സൗദി അറേബ്യ ചെയ്തതിലേക്കാൾ നെറികേട് നമ്മുടെ കേരളത്തിൽ കുറെ ഊളകൾ ചെയ്യുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോഴും സൗദി അറേബ്യയുടെ ഭരണാധികാരികളൊക്കെ ഈ വിഷയത്തിൽ പൊക്കി നടക്കുന്നുണ്ട്. ഞാൻ അത്തരം 2 കമന്റ് ഒന്ന് മുന്നോട്ട് വെക്കാം. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അറബി കുടുംബത്തെ തെറി പറയുന്നവർ അറിയാൻ, അവർ പണം വാങ്ങി അവരുടെ കേസ് പിൻവലിച്ചു. പക്ഷെ സർക്കാരിന്റെ കേസ് സർക്കാർ വിട്ടിട്ടില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകളെ കൊണ്ടോ മറ്റെന്തെങ്കിലും കുറ്റവാളികളെ കൊണ്ടോ സമൂഹത്തിനോ രാജ്യത്തിനോ പ്രശ്നമുണ്ടാക്കരുത്. അങ്ങനെ ഒരു കേസ് സർക്കാരും കുറ്റവാളിയും തമ്മിലുണ്ട്. അത് എല്ലാ രാജ്യത്തുമുള്ള കേസ് തന്നെയാണ്. ഇവിടെ സർക്കാരിന്റെ ഒരു പൗരനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതായത് കേസ് 2 കൊല്ലപ്പെട്ട ആളുടെ കുടുംബങ്ങളുടെ കേസ്. അതും കഴിഞ്ഞാലും സർക്കാരിന്റെ കേസ് നിലനിൽക്കും. കുടുംബം പണം വാങ്ങി മാപ്പ് നൽകിയതിനാൽ ഇനി അവർക്കൊന്നും ചെയ്യാനില്ല. ദിയാ മണി കൊടുത്തത് കൊണ്ട് പ്രതിക്രിയാശിക്ഷയിൽ നിന്ന് ഒഴിവായി എന്ന് മാത്രം ഞാനിതിൽ എഴുതിയതുപോലെയാണ് വായിച്ചു കേൾപ്പിച്ചത്. എങ്ങനെയെങ്കിലുമൊക്കെ കാരണം കണ്ടെത്തിയിട്ട് സൗദി അറേബ്യയൊക്കെ പിന്തുണയ്ക്കുന്നത് ഏത് തരത്തിലുള്ള ചിന്തയുമായിട്ടാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയുക. ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട്. ഇതേപോലെ തന്നെ മറ്റൊരു കമന്റ് കൂടി ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. സൗദി നിയമം ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അവിടെ ഒരു കൊലപാതകവും അധികം നടക്കുന്നില്ല. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ മണിക്കൂറിൽ ഒരു കൊലപാതകം നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ നിയമം ഇവിടെയും കൊണ്ടുവന്നാൽ നമ്മുടെ രാജ്യവും രക്ഷപ്പെടും. ഇവിടത്തെ രാജാവ് കൊല്ലാൻ പറയുമ്പോൾ അവിടത്തെ രാജാവ് കൊന്നതിനുള്ള ശിക്ഷ കൊടുക്കുന്നു.
ഇവിടത്തെ രാജാവോ കൊല്ലാൻ പറയുന്നതോ? റസാഖ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായി കമന്റ് ഇട്ടത്, ഇവിടെ മണിക്കൂറിൽ ഒരു കൊലപാതകം നടക്കുന്നു. ഇവർക്കൊക്കെ എവിടെ നിന്നാണ് ഈ വിവരങ്ങൾ കിട്ടുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്തെ അല്ലേ ഈ നെറികെട്ടവനൊക്കെ ഈ വിഷയത്തിൽ പോലും തോന്നിയത് വിളിച്ചു പറയുന്നത്? ഈ വിഷയത്തിൽ പോലും സകല ആളുകളും തിരിച്ചറിയും നമ്മുടെ രാജ്യത്തിനെതിരെയാണ് ഈ പ്രവർത്തിക്കുന്നത്. അബ്ദുൾ റഹീമിനെ വിട്ടുകിട്ടുന്നതുമായി വിഷയത്തില് സൗദി അറേബ്യ അങ്ങേയറ്റത്തെ നെറികേടും ഊളത്തരവും ചെയ്തു. 20 വർഷത്തെ ശിക്ഷ. ഇതിനോടകം തന്നെ 20 വർഷത്തോളം അബ്ദുൾ റഹീം ജയിലിലായിരുന്നു. 20 വർഷത്തോളം. എന്നിട്ട് ക്യാഷ് വാങ്ങി. ആ ക്യാഷ് വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ ആ ശിക്ഷയും പൂർത്തിയാവാൻ പോകുന്നു. അന്തസ്സുള്ള ഒരു രാജ്യമായിരുന്നെങ്കിൽ ഈ ഘട്ടത്തിലെങ്കിലും സൗദി അറേബ്യ അബ്ദുൾ റഹീമിനെ വിട്ടുതരേണ്ടായിരുന്നു. അത്രത്തോളം നെറികേട് സൗദി അറേബ്യ ചെയ്തിരിക്കുന്നു. മാത്രമല്ല പ്രോസിക്യൂഷൻ ഇപ്പൊ അപ്പീൽ നൽകുക, ഈ ശിക്ഷ ഇനിയും കൂട്ടാന്. നമ്മുടെ ക്യാഷ് ഒക്കെ വാങ്ങുകയും ചെയ്തു. അതും വലിയൊരു തുക, 30 കോടിയിലും അധികം രൂപ വാങ്ങിയിട്ട് ഇനിയും ശിക്ഷ കൂട്ടണമെന്ന് അപ്പീൽ നൽകുക. എന്നിട്ട് അതിനേക്കാൾ നെറികേടാണ് നമ്മുടെ കേരളത്തില് ഒരുപാട് ഊളകള് സൗദി അറേബ്യയും പിന്തുണച്ച് ഒരുപാട് ആളുകൾ ഈ വിഷയത്തിലും. ഇവർക്ക് ഏറ്റവും വലുത് ഈ സൗദി അറേബ്യ, ഇറാന്, ഇത്തരം രാജ്യങ്ങളാ. നമ്മുടെ രാജ്യത്തെ പൗരന്മാരൊന്നും തന്നെയല്ല ഇത്തരം ആളുകളുടെ വിഷയം. ഇവരുടെ വിഷയം മതം 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 മാത്ര. ഒരു തർക്കവും വേണ്ട. അല്ലാതെ ഈ സൗദി അറേബ്യന എന്തു ഉണ്ടക്കാണ് ഈ വിഷയത്തിലൊക്കെ പിന്തുണക്കുന്നത്? ഈ ഒരു പണം കൈമാറ്റം മുതലുള്ള വിഷയത്തിൽ വലിയൊരു അന്വേഷണം നടക്കണം. ഇതെങ്ങനെയൊക്കെയാണ് കൈമാറ്റം നടന്നത്? ഇതേത് രീതിയിലൊക്കെയാണ് പിരിവ് നടന്നത്? കൃത്യമായിട്ട് അന്വേഷണങ്ങൾ നടക്കണം. കാരണം ഇതിൽ ഒരുപാട് ദുരൂഹതകൾ നമ്മൾ നിരന്തരം കേട്ടോണ്ടിരിക്കുക. ഈ അബ്ദുൾ റഹീമുമായി ബന്ധപ്പെട്ട വിഷയത്തില് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തിട്ട് അതവിടെ കൊടുത്തിട്ട് ഇനിയും അതിന് ഒരു ഇളവുമില്ല. ഇത്തരത്തിൽ മുന്നോട്ട് പോവാം. ഈ സന്ദർഭത്തിൽ രാജ്യദ്രോഹികളെയും കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കൂ. ഈ ഒരു വാർത്തക്ക് പോലും ഇതെത്ര വലിയ നെറികേടാണ് സൗദി അറേബ്യ നമ്മുടെ രാജ്യത്തോട് ചെയ്തത്. ഇത്രയും വലിയൊരു നെറികേട് സൗദി അറേബ്യ ചെയ്തിട്ട് പോലും മതം നോക്കിയിട്ട് സൗദി അറേബ്യയെയും രാജാവിനെയൊക്കെ പിന്തുണക്കുന്ന ആളുകളെ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം. അവർ നമ്മളെ സംബന്ധിച്ച് അപകടകാരികൾ തന്നെയാ. അവർ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കൂ, ഒരു തർക്കവും വേണ്ട. ഈ ഒരു വിഷയത്തിൽ പോലും സൗദിയെ പിന്തുണയ്ക്കുന്നു. സൗദി അറേബ്യയുടെ നിയമമൊക്കെ അങ്ങേയറ്റത്തെ ഊളത്തര നിയമമാണ് എന്നുള്ളത് സകല ആളുകളും ഈ ഒരു വാർത്തയിലൂടെ അബ്ദുൾ റഹീമിന്റെ വിഷയത്തിലൂടെ കൃത്യമായിട്ട് തിരിച്ചറിയാം. നമ്മുടെ ഭാരതത്തിലെ നിയമവും സംവിധാനങ്ങളും ലോകത്തിന് മാതൃകയാണ് എന്നുള്ളത് സകല ആളുകളും അഭിമാനത്തോടു കൂടി തന്നെ ഇത്തരം നെറികെട്ട വാർത്തകൾ കേൾക്കുമ്പോൾ സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ.